സോ നമുക്ക് ബാക്കി പഠിക്കാം. ഇതിപ്പം ചോദിച്ചത് 2011 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റൽ ഡിഫെക്ട്സ് ഗീവ് റൈസ് ടു സം സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഇൻ ദ സോളിഡ്സ്. വാട്ട് ഇസ് മെൻ ബൈ ഫ്രെങ്കൽ ഡിഫെക്റ്റ്? അപ്പം ഫ്രെങ്കൽ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് ദ മിസ്പ്ലേസിങ് ഓഫ് കാറ്റയോൺ ടു ദ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ്, അല്ലെങ്കിൽ മിസ്പ്ലേസിങ് ഓഫ് എ കാറ്റയോൺ ഫ്രം ദ ലാറ്റൈസ് സൈറ്റ് ടു ദ ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം പോയിൻ്റ്. എന്ത് പറയാം, ഡെൻസിറ്റി റിമൈൻസ് സെയിം ആണോ, എന്ത് പറ്റും അവിടെ, അത് പറയണം. പിന്നെ ദ സൈസ് ഓഫ് ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ആർ ഹാവിങ് ഹൈ ഡിഫറൻസ്. ഓക്കെ, വൈ LICL ഡസ് നോട്ട് എക്സിബിറ്റ് ഫ്രെങ്കൽ ഡിഫെക്റ്റ്? അപ്പം ഫ്രെങ്കൽ ഡിഫെക്റ്റിനകത്ത് പറയണം സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ആർ having large difference, but in LICL there is no much difference and they are almost similar. And explain the pink color of LICL when heated in the vapor of Li. അപ്പം ശരിക്കും ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഫാർബേ സെൻറ്റർ, പക്ഷേ യു ഹാവ് ഫാർബേ സെൻറ്റർ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദ ഫോർമുല ആൻഡ് ഓൾസോ ഓൾ ദ പോയിൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. എല്ലാം എഴുതണം, എന്നാലും രണ്ട് പോയിൻറ്റ് വേണം കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എഫ് സെൻറ്റർ. അപ്പോൾ തന്നെ 1/2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. വെൻ LICL is heated in the atmosphere of lithium vapor, some lithium atoms are deposited at the surface of the crystal. Some Cl- ion diffuses to the surface of the crystal and combine with Li atoms to form LICL. Okay, so when LICL is heated in the atmosphere of lithium vapors, some lithium atoms are deposited at the surface and it reacts with the the surface. At the point, some Cl- diffuses to the surface of the lithium to form lithium chloride. Example, Li plus Cl minus gives LiCl plus electron E minus. The electron so formed diffuses into the crystal and occupy the anion vacancy. അപ്പോൾ Li plus Cl minus gives LiCl. ഈ മൈനസ് എപ്പോഴാണ് വരുന്നത്? ഒരു ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക, ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോഴാണ് മൈനസ് ആവുന്നത്. അപ്പോൾ ഇവിടെ LiCl മൈനസിൽ നിന്നും Cl ആവണമെങ്കിൽ ഒന്നിനെ കൊടുക്കണം. അപ്പോൾ LiCl പ്ലസ് ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് ആ ഇലക്ട്രോണ് ക്രിസ്റ്റലിനകത്ത് ഡിഫ്യൂസ് ചെയ്തിട്ട് ആനയോൺ വേക്കൻസി ഒക്യുപ്പൈ ചെയ്തു. ദ ഇലക്ട്രോൺസ് ആർ കോൾഡ്, ആ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്ത ഇലക്ട്രോൺസിനെയാണ് എഫ് സെൻറ്റേഴ്സ്. ആൻഡ് ഡ്യൂ ടു ദിസ് ഇപ്പം നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് ഒരാൾ വരുമ്പോഴത്തേക്കും ഫുള്ളും കളറാവൂലേ, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു ജീവിതത്തിൽ നിന്നും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലേ ഒരാൾ വരുമ്പം. അതുപോലെ തന്നെയാണ് നോർമലായിട്ട് ഇവിടെ ഇരുന്ന LICLനെ ഇലക്ട്രോണ് വന്നപ്പോഴേക്കും ചേഞ്ച് ഉണ്ടായി കളറിൽ. ഓക്കെ ആണല്ലോ. അപ്പം when LICL is heated in the presence of lithium vapors, some of the lithium atoms move to the surface. Full stop. അടുത്ത പോയിന്റിനകത്ത് Cl minus ions diffuses into the surface and reacts with lithium atom to form lithium chloride and one electron. This electron diffuses in the crystal and crystal diffuse ചെയ്യും and then forms ആ ഒരു സ്പേസിനെയാണ് ഫാർബേ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്രിസ്റ്റല് പിങ്ക് കളറിലോട്ടാണ് ഇപ്പോൾ മാറിയത്. ലിഥിയത്തിൻ്റെത് പിങ്ക് ആണെന്ന് പഠിക്കണം. ഓക്കെ ആണല്ലോ.
ലിഥിയം വെച്ച് ചോദിക്കാം, ലിഥിയം ക്ലോറൈഡ് വെച്ച് ചോദിക്കാം, NaCl വെച്ച് ചോദിക്കാം, പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ചും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ഇനി 2011 തന്നെ സേ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, a cubic unit cell is characterized by A is equal to B is equal to C, alpha is equal to beta is equal to gamma is equal to 90 degree. അപ്പം name the 3 important types of cubic unit cell. 3 types ചോദിക്കുകയാണെങ്കിൽ ഒന്ന് സിമ്പിൾ ക്യൂബിക്, രണ്ടാമത്തത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്, മൂന്നാമത്തത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. ബി, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 യൂണിറ്റ് സെൽ in the above 3 cases. 1 യൂണിറ്റ് സെൽ ശരിക്കും 1.5 മാർക്കല്ലേ, അപ്പോൾ വിത്ത് സ്റ്റെപ്പ് പറയണം. അല്ലാതെ നമുക്കറിയാം വിത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പം സിമ്പിൾ യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു 8 × 1/8 ഈസ് ഈക്വൽ ടു 1. അപ്പം താഴെയായിട്ട് നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതണം. അടുത്തത് 1.5 മാർക്ക് സമയമുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതണം? ഈച്ച് കോർണർ ഈസ് ഓക്യുപ്പൈഡ് ബൈ 1 atom. So since each corner atom is shared by 8 adjacent unit cell, the total number of corner atom in 1 unit cell is equal to 8 × 1/8 is equal to 1. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തതാണ് ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡിനകത്ത് 2 ആണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 1 പ്ലസ് 1 എന്ന് പറയുന്നത് സെൻട്രൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ എഴുതാം, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിനകത്ത് 1 അറ്റ് ദ സെൻറ്റർ, താഴെ 8 × 1/8 ബ്രാക്കറ്റ്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എഴുതാം 8 atoms are occupied in the corners. So 1/8 × 8 is equal to 1. അങ്ങനെ 1 + 1 is equal to 2. ഫേസ് സെൻറ്റർ യൂണിറ്റ് സെല്ലിനകത്ത് എത്ര വരും? 4 വരും. എങ്ങനെയാണ് 4 വരുന്നത്? 1 + 6 × 1/2. 6 × 1/2 3 4. അപ്പം 8 × 1/8 is equal to 1. 6 × 1/2 is equal to 3. 3 + 1 is equal to 4. സെറ്റ് അല്ലേ? ഗുഡ്. ഇനിയുണ്ട് ക്വസ്റ്റ്യൻ. A metal forms cubic crystals. The mass of one unit cell is m/na gram, where m എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഓഫ് ദ മെറ്റൽ, na എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ. വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ പൊസസ്ഡ് ബൈ ദ മെറ്റൽ? അപ്പം മാസ് Zm/Na. ഇവിടെ Z എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് സിമ്പിൾ ക്യൂബിക്. അടുത്ത ക്വസ്റ്റ്യൻ പ്രിമിറ്റീവ് ക്യൂബിക് ലാറ്റിക്സ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 types ബേസ്ഡ് ഓൺ ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ ബേസ് ചെയ്ത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, നെയിം 3 type ഓഫ് സോളിഡ്സ് ക്ലാസിഫിക്കേഷനാണ് ഇപ്പം പറഞ്ഞത്. അടുത്തത്, ഹൗ വിൽ യു ക്ലാസിഫൈ സച്ച് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബാൻഡ് തിയറി? അപ്പം ബാൻഡ് തിയറി എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ബാൻഡുണ്ട്. ഒന്ന് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. കണ്ടക്ടേഴ്സിനകത്താണെങ്കിൽ വാലൻസ് ബാൻഡ് ഒന്നെങ്കിൽ ഫുള്ളി ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡിന് ഓവർലാപ്പ് ചെയ്തേക്കിയിരിക്കും. സോ ഇലക്ട്രോൺ ക്യാൻ ഈസിലി ഫ്ലോ ഫ്രം ദ വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്, ഇൻ സെമി കണ്ടക്ടേഴ്സ് ദർ ഇസ് സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. സോ ഫ്യൂ ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. പോയിൻ്റായിട്ട് എഴുതിയ കൂടുതൽ
എഴുതിയിട്ടുണ്ടല്ലോ എന്ന് അധ്യാപകർക്ക് തോന്നും. ദറ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഡു ലൈക്ക് ദാറ്റ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് എന്താണ് പറയേണ്ടത്? ഇൻസുലേറ്റേഴ്സിനകത്ത് ദർ ഇസ് ലാർജ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ ആണല്ലോ. ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ ഡയഗ്രത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പം മെറ്റൽസിനകത്ത് നോക്കുക. മെറ്റൽസിനകത്ത് പാർഷ്യലി ഫിൽഡ് ബാൻഡ്, ഓവർലാപ്പിംഗ് ബാൻഡ്. ഇൻസുലേറ്ററിനകത്ത് ഫോർബിഡൻ സോണ്. സെമി കണ്ടക്ടറിനകത്ത് ആ ഫോർബിഡൻ കുറച്ചും കൂടി സ്മോളറാണ്. യെസ്, Schottky and Frenkel defects are stoichiometric defects. Write any two difference between Schottky and Frenkel defect. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Don't worry. When pure NaCl crystal is heated in the atmosphere of Na vapors, it turns yellow. Give reason. അത് നമ്മൾ പറഞ്ഞു, it is due to the എന്താണ് ഫാർബേ സെൻറ്റർ എഫ് സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലിഥിയം ക്ലോറൈഡ് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് ഓക്കെയാണ്. അപ്പം ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, NaClനകത്ത് FCC സ്ട്രക്ചറാണ്. FCC എന്ന് പറയുമ്പോൾ തന്നെ എത്ര ആയിരിക്കും? 4 ആണ് നമ്പർ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് NaCl യൂണിറ്റ്സ്. നമ്മളല്ലാതെ തന്നെ പറഞ്ഞല്ലോ 4 ആണെന്ന്. യെസ്. ദെൻ 2 മാർക്ക് ആയതുകൊണ്ട് നമ്മൾ പറയണം FCCക്കകത്ത് എങ്ങനെയാണ് വന്നതെന്ന്. ഫേസ് സെൻറ്ററിനകത്ത് എങ്ങനെ വന്നു? 6 × 1/2 = 3. 8 × 1/8 = 1. അപ്പോൾ 3 + 1 = 4 എന്ന് എഴുതി. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് NaCl if edge length of NaCl unit cell is 56 picometer. Calculate the density. അപ്പോൾ D is equal to Zm divided by Na into A cube. FCC ആണ് തന്നിട്ടുണ്ട്. അപ്പം Z 4 ആണെന്ന് കിട്ടി. A എന്ന് പറയുന്നത് 564 പൈക്കോമീറ്റർ. അതിനെ സെൻറ്റിമീറ്ററിലോട്ട് ആക്കുമ്പോഴത്തേക്കും 564 × 10⁻⁻10 സെൻറ്റിമീറ്റർ എന്നാവും. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്നയുടെ വാല്യൂ 6.022 × 10⁻23 ഇൻറ്റു A ക്യൂബ്. ഒരു മിനിറ്റ്. ഫോർമുല എന്ന് പറയുന്നത് 4 × M എത്രയാണ്? മോളാർ മാസ് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് NaCl മോളാർ മാസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 58.5 അല്ലെങ്കിൽ 58.8 ഡിവൈഡഡ് ബൈ 6.022 × 10⁻23 ഇൻറ്റു 564 × 10⁻10 ദ ഹോൾ ക്യൂബ്. ആൻസർ കിട്ടിയല്ലോ. ഗുഡ്. ഇനി 11th question, unit cells can be broadly classified into 2 categories, primitive and centered unit cells. So what are unit cells? Unit cell എന്ന് പറയുന്നത് the smallest repeating unit of a large crystal. അപ്പം നെയിം ദ 3 types of centered unit cell. 3 type of centered unit cell എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ്. ഓക്കെ, ഇനി A is equal to B is equal to C, alpha is equal to beta is equal to gamma is equal to 90 degree. Identify the crystal system. അത് ക്യൂബിക് സിസ്റ്റം ആണ്. ക്യൂബിക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് ആണുള്ളത്? ക്യൂബിക്, ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, അങ്ങനെയൊക്കെ. ദെൻ ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് ദ എബോവ് ക്രിസ്റ്റൽ. അപ്പം തന്നെ ക്യൂബിക് നമ്മൾ പഠിച്ചു വെക്കണം NaCl ആണെന്ന്. PBCl നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞത് FCC ആണെന്നൊക്കെ പറഞ്ഞു. അല്ല, ജസ്റ്റ് എക്സാമ്പിൾ. Every substance has some magnetic property associated with it. How will you account for the above following magnetic property? അപ്പോൾ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ പാരയാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പാര എന്ന് പറയുമ്പം എന്തായാലും പാര ആളുകൾ എന്ത് ചെയ്യും? അട്രാക്ഷൻ ചെയ്യും. പക്ഷേ വീക്ക് അട്രാക്ഷൻ ആയിരിക്കും.
ആൻഡ് ഫെറോമാഗ്നറ്റിക് എന്ന് പറയുന്നത് വളരെ ഹൈ അട്രാക്ഷൻ ആയിരിക്കും. പിന്നെ ഒന്ന് പടം വരച്ചു കൂടി കൊടുക്കുമ്പോഴത്തേക്കും സെറ്റ്. ബി, a compound is formed by two elements P and Q. Atoms of Q as ions make HCP lattice, and those of the element P as cations occupy the tetrahedral voids. അപ്പം what is the formula of the compound? Formula of the compound എന്ന് പറയുന്നത് PQ makes atom Q makes HCP കാണിക്കും. ഇവിടെ നോക്കുക, ടെട്രാഹെഡ്രൽ വോയിഡ് ആയിരുന്നു 2x. അപ്പം നമുക്ക് P2Q എന്ന് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക്. വാട്ട് ഇസ് അനൈസോട്രോപ്പിക്? അനൈസോട്രോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. ഓക്കെ. Then copper crystals have FCC unit cell. Compute the number of atoms per unit cell of copper crystal. FCC എന്നല്ലേ പറയുന്നത്, FCC 4 ആണ്. ഇനി കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഓഫ് കോപ്പർ ക്രിസ്റ്റൽ. മാസ് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാം, D is equal to Zm/Na into A³. ഇസഡ് ഉണ്ട്, കാരണം FCC തന്നിട്ടുണ്ടല്ലോ. M അറിയാം, Na അറിയാം. ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും മാസ് എന്ന് പറഞ്ഞാലും നമുക്ക് ഏത് ഡെൻസിറ്റി ഈക്വൽ മാസ് ബൈ വോളിയം ആണെങ്കിൽ പോലെ ഏകദേശം എടുക്കാം. Unit cells can be divided into two categories, primitive and centered. Differentiate between unit cell and crystal lattice. Unit cell എന്ന് പറയുന്നത് the smallest repeating unit of a crystal. ഇനി crystal lattice എന്ന് പറയുന്നത് അതൊരു 3-dimensional arrangement of constituent particles ആണ്. Calculate the number. Body centered BCCയിലാണെങ്കിൽ എന്ത് Q, FCCയിൽ 4 അങ്ങനെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്? ക്രിസ്റ്റലൈനകത്ത് ഐസോട്രോപ്പിക് ആണ്, ഐസോട്രോപ്പിക് അല്ല, അത് ശരിക്കും അനൈസോട്രോപ്പിക് ആണ്. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് ആർ 2 സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് ഫൗണ്ട് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. വാട്ട് ഇസ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഏത് ഡിഫക്റ്റ് ആണോ ആ ഒരു കോമ്പൗണ്ടിൻ്റെ സ്റ്റോക്കിയോമെട്രിയെ ബാധിക്കാത്തത്. ഡസ് നോട്ട്. ദെൻ റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ 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 ക്ലിയർ ആയിട്ട് തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മോളിക്കുലർ സോളിഡ്? മോളിക്കുലർ സോളിഡ് എന്ന് പറയുന്ന ഐസാണ്. Unit cells can be classified into primitive and centered unit cell. Differentiate between primitive and centered unit cell. Primitive unit cells എന്ന് പറയുന്നത് കോണേഴ്സിൽ മാത്രമേ കാണത്തുള്ളൂ. സെൻറ്റേർഡ് എന്ന് പറയുന്നത് കോണേഴ്സിലും കാണും പ്ലസ് അതർ പാർട്സ് ഓഫ് ദ ആറ്റം. C, the presence of excess Na makes NaCl crystal colored. കളർ എന്ന് കേൾക്കുമ്പോൾ തന്നെ F സെൻറ്റേർഡ് ആണ്. ഓക്കെ, ഗുഡ്. സോ ഇപ്പം സെക്കൻഡ് വീഡിയോ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനൊരു ടൈമായി. നെക്സ്റ്റ് ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഫുൾ ഈ പറയുന്ന എല്ലാ വർഷത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്തിരിക്കും. ഓക്കെ, അപ്പം കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വരും. ഉറപ്പാണ്. ഇതിൽ നിന്നേ ചോദിക്കൂ, ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഐ എം ദാറ്റ് ഷ്യൂർ. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു. ജസ്റ്റ് ഫോക്കസ് ആൻഡ് വാട്ട്, ഒരു ചായ കുടിക്കുന്ന പോലെ കപ്പ് എന്താണ്? നമ്മൾ ചായ കുടിക്കില്ലേ, ചായ കുടിക്കുന്ന ഒരു കപ്പെന്ന് പറയുന്നത്
C for concentration, U for understanding. അപ്പം P എന്ന് പറയുന്നത് പ്രാക്ടീസ്. അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. അപ്പം ആ ഒരു കപ്പിനകത്ത് അത്ര ചൂടുള്ള ഒരു പാനീയമുണ്ട്, അതുപോലെ അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള നോളേജും അതിനകത്തുണ്ട്. ഈ 3 എത്ര പ്രോപ്പറായിട്ട് വരുന്നു അത്രമാത്രം നോളേജ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.